Hello friends. ഇനി വരാൻ പോകുന്ന അഗ്രികൾച്ചർ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ വർഷം ഒരുപാട് നോട്ടിഫിക്കേഷനാണ് അഗ്രികൾച്ചർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ മാസങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ആദ്യം നോട്ടിഫിക്കേഷൻ വന്ന അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, അതുപോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2, അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയ 4ഓളം പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അഗ്രികൾച്ചർ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് BSc അഗ്രികൾച്ചറൊക്കെ കംപ്ലീറ്റ് ആയ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം VHSC അഗ്രികൾച്ചർ കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡിപ്ലോമ ഉള്ളവർക്കും അയക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ നിരവധി സ്ട്രീം, അതായത് ഇപ്പം വെറ്റിനറി സയൻസ്, അതുപോലെ തന്നെ ഫുഡ് ടെക്നോളജി, അതുപോലെ അഗ്രികൾച്ചർ സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെത്. അതുപോലെ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ പ്യൂർലി BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ BSc ഹോർട്ടിക്കൾച്ചർ ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന അസിസ്റ്റന്റ് മാനേജർ, അതും നിങ്ങൾ BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ BSc ഹോർട്ടിക്കൾച്ചർ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ വിദ്യാർത്ഥികളെ സംബന്ധിച്ച ഒരു ഗോൾഡൻ ഇയർ തന്നെയാണ് ഈ വർഷം എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ അവസരം കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി എന്നൊരു സ്വപ്നത്തിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിരവധി പോസ്റ്റുകളിലേക്കാണ് ഇനി എക്സാം വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും ഒരൊറ്റ പോസ്റ്റുകളിലേ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. ഈ പറഞ്ഞ ജോബുകളെല്ലാം ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹം ഒന്ന് ആലോചിക്കുക. അതായത് എനിക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലോട്ടാണ് എനിക്ക് ജോലി വേണ്ടത്, അപ്പം ഞാൻ അതിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ഒറ്റ എക്സാമിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. പക്ഷേ പിന്നീടുള്ള അവസരങ്ങൾ, അതായത് അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ്, ഫാം അസിസ്റ്റൻറ്റ് മുതലായ അവസരങ്ങളൊന്നും നിങ്ങൾ പാഴാക്കരുത്. പകരം നിങ്ങൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന ഒരു എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യണം, അതാണ് എൻ്റെ മെയിൻ എയിം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാമിന് വേണ്ടി തന്നെ പഠിക്കുക. പിന്നീടുള്ള പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ വേക്കൻസികളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രയോറിറ്റി കൊടുക്കുക. അതായത് ഈ പറഞ്ഞ ഇനി വരാൻ പോകുന്ന എക്സാം 4 എക്സാമുകളുണ്ട്. ഈ 4 എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്ന പോസ്റ്റ് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിനുവേണ്ടി പഠിക്കുന്നതും നല്ലൊരു പ്രയോറിറ്റി തന്നെയാണ്. കാര്യം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. കാര്യം PSC തന്നെ ഒരുപാട് എക്സാം, ഇപ്പോൾ ജനറൽ PSC എക്സാം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ പല പോസ്റ്റുകളിലും വേക്കൻസി കുറവായിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള പോസ്റ്റിനായിരിക്കും കൂടുതൽ ആപ്ലിക്കൻസ് വരിക, കൂടുതൽ മത്സരം വരുന്നത് അവിടെയായിരിക്കും. അപ്പം ഈ പറഞ്ഞ പോസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള പോസ്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനായിട്ട് ചിട്ടയായ രീതിയിൽ പഠിക്കുന്നത് നന്നായിരിക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങളിപ്പം ഒരു കോമ്പറ്റീവ് എക്സാം എന്ന് പറയുന്ന ഒരു ഫീൽഡിലോട്ടാണ് നിങ്ങളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നം നിങ്ങളുടെ ലക്ഷ്യമാണെങ്കിൽ ആ ജോലി കിട്ടുന്നിടം വരെയും പ്രയത്നിക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചു, ആ എക്സാം കഴിഞ്ഞു. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകളാണ് ചിലപ്പോൾ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ്, അതുപോലെ ഫാം അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാമുകളൊക്കെ അതിൻ്റെ പുറകെ വരുമെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി പഠിച്ച അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു, ഇനി ഞാൻ അതിൽ കോൺഫിഡൻ്റ് ആണ്, ജോലി കിട്ടാൻ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇനി വരാൻ പോകുന്ന മറ്റ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കാര്യം ജോലി കിട്ടുന്നിടം വരെയും നമ്മൾ ഈ പറയുന്ന രീതി നമ്മൾ എന്തായാലും ഈ ഫീൽഡിലോട്ട് ഇറങ്ങി, സോ ജോലി കിട്ടുന്നിടം വരെയും നിങ്ങൾ മാക്സിമം പഠിച്ച് ആ ഒരു ടച്ച് ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ആദ്യം എക്സാം വരാൻ പോകുന്നതിൽ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. കാര്യം അതിൻ്റെ എക്സാം സ്ലോട്ട് വന്നിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെയും ഫാം അസിസ്റ്റൻ്റെയും ഒക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് വന്നത്. അതും ഒരു കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ടെൻറ്റേറ്റീവ് കലണ്ടറിൽ ഉൾപ്പെടുത്തുന്നതാണ്. കാര്യം PSCയുടെ യോഗ തീരുമാനം പ്രകാരം ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുന്നതും പഴയ കലണ്ടറിൽ ആഡ് ചെയ്ത് പുതിയ ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ പുറത്തിറക്കുന്ന യോഗ തീരുമാന പ്രകാരം പറഞ്ഞിട്ടുണ്ട്. സോ ഈ പറഞ്ഞ എക്സാമ്പിളും ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ, അതുപോലെ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2, അതുപോലെ അസിസ്റ്റന്റ് മാനേജർ എക്സാം ഒക്കെ ഈ വർഷം തന്നെ ഉണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കോമ്പറ്റീവ് എക്സാമിന് വിൻ ചെയ്യുക എന്നുള്ളതെന്ന് പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ്, കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ടെങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ പ്രിൻ്റ് എടുത്താൽ മാത്രം പോരാ, ആ സിലബസ് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഓരോ മൊഡ്യൂളുകളും എന്തൊക്കെയാണ്, അതിലെ കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ സിലബസ് അണ്ടർസ്റ്റാൻഡിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ തന്നെ സിലബസിൽ ഞാൻ പഠിക്കുന്നത് സിലബസ് ഓറിയൻറ്റഡ് ആണ്, അല്ല ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങളൊന്നും ഞാൻ പഠിക്കുന്നില്ല. അപ്പോൾ ഞാൻ പഠിച്ചു പോകുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ട് എഴുതി അല്ലാതെ മനസ്സിലാക്കി പഠിച്ച് മാക്സിമം റിവിഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം. കാര്യം ഇതൊരു കോമ്പറ്റീവ് എക്സാമാണ്, നമ്മളെപ്പോലെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ വേറെയും കാണാം. അപ്പം കോമ്പറ്റേറ്റീവ് മൈൻഡിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് സിലബസ് മനസ്സിലാക്കി പഠിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉയർന്നൊരു റാങ്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷൻ, അല്ലെങ്കിൽ അത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മുടെ മുന്നിലുള്ള ഏക സോഴ്സാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ മൊഡ്യൂളുകൾ പഠിച്ചു കഴിഞ്ഞിട്ടും അവിടെ നിന്നും എങ്ങനെയാണ് PSC പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. കാര്യം ഇപ്പം നിങ്ങളൊരു ടോപ്പിക്ക്, ഇപ്പോൾ അഗ്രോണമി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചു പോകുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി നിലവാരത്തിൽ
പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് കാര്യങ്ങളായിരിക്കും പഠിക്കാനുള്ളത്. ചിലപ്പോൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ചോദ്യം അവിടുന്ന് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, പ്രീവിയസ് ആയിട്ട് ഒരു ചോദ്യം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണെന്നും ആ മേഖലയിൽ നിന്ന് ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അത് OMR തന്നെ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കണം. അത് നിങ്ങളൊരു 1.5 മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നതെങ്കിൽ നിങ്ങളത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ എക്സാമുകളിൽ നിങ്ങളുടെ ഫോക്കസ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിലാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് ഫസ്റ്റ് റാങ്ക് ലഭിച്ച നമ്മളോടൊപ്പമുള്ള നീരജ മാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ മേഡം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ മേഡം സ്വീകരിച്ചിരിക്കുന്ന സ്ട്രാറ്റജി എങ്ങനെയാണ്, അതായത് സിലബസ് കവർ ചെയ്യുമ്പോൾ ഏതൊക്കെ റെഫറൻസുകളാണ് യൂസ് ചെയ്തത്, അതായത് ഓരോ മൊഡ്യൂളുകൾ പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മിസ് പ്രത്യേകം ചെയ്തത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ ആ വീഡിയോ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു പ്രയോറിറ്റി കൊടുത്ത് തന്നെ വേണം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട്. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ എക്സാം കഴിഞ്ഞു, അപ്പം നിങ്ങൾക്ക് ആ ജോലി കിട്ടും ഉറപ്പുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ജോലി കിട്ടുന്നിടം വരെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കളയരുത്. കാര്യം ആ ഒരു ടച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടെടുക്കുന്നത് പാടായ കാര്യം തന്നെയാണ്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 അതുപോലെ ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഈ പറഞ്ഞ 3 എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഏണസ് അക്കാദമിയിൽ കോംബോ ആയിട്ടും ഇപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കോംബോ ഓഫറിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒരേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്നതാണ്. നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും കാണുകയും ചെയ്യാം. അതായത് നിങ്ങൾ ഇപ്പോൾ ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ടോപ്പിക്സ് പഠിക്കാം. കാരണം സിലബസ് ഒക്കെ ഏകദേശം ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ അഗ്രികൾച്ചർ സയൻസിനകത്ത് ഹോർട്ടിക്കൾച്ചറിൻ്റെ ടോപ്പിക്സ് ആണ് വരുന്നത്. അതുപോലെ ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 സബ്ജക്ട്സും ഇപ്പം റീസെൻ്റ് ആയിട്ട് വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് മാനേജറിലെ കണ്ടന്റ് നമ്മുടെ AOയുടെ സിലബസ് ആണ്, അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ സിലബസ് ആണ്. അപ്പം ആ പറഞ്ഞ എക്സാം ഇപ്പോൾ ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഇനി വരാൻ പോകുന്ന അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. കാര്യം സിലബസ് സിമിലർ ആണ്. അപ്പോൾ ഏണസ് അക്കാദമിയുടെ ഈ കോംബോ ഓഫറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം, നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ ക്ലാസ്സുകളുടെ ഫീച്ചേഴ്സ് കൂടി ഞാനൊന്ന് പറയാം. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓരോ സബ്ജക്റ്റിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാം വരെ ഗൈഡൻസിനായിട്ട് ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോംബോ ഓഫറിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 കോഴ്സുകളും നേടുന്നതിലൂടെ ആ ഒരു കോഴ്സിൻ്റെ എക്സാം വരെ നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഇതോടൊപ്പം ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല ഓരോ മൊഡ്യൂളുകൾ കഴിഞ്ഞിട്ടും ആ മൊഡ്യൂളിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. റിവിഷൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ആ മൊഡ്യൂളിൻ്റെ എൻ്റെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ലൈവായിട്ട് തന്നെ. അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റുകൾ ഓരോ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് മൊഡ്യൂൾ ടെസ്റ്റുകളും വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, അതുപോലെ PSCയുടെ അതേ നിലവാരത്തിലുള്ള മോഡൽ ടെസ്റ്റുകളും നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയും ഈ കോഴ്സിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ നമ്മുടെ ഈ കോംബോ ഓഫറിനെ കുറിച്ചും അതുപോലെ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ അഗ്രികൾച്ചർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.